ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോ 1983 ലോകകപ്പ് ഇന്ത്യയിലേക്ക് എത്തിച്ച ചെകുത്താന്മാരുടെ തലവൻ കപിൽ ദേവിന്റെ ജന്മദിനം. ഒരു ജനതയെ സ്വപ്നം കാണാനും അസാധ്യമായത് എത്തിപ്പിടിക്കാനാവുമെന്ന കോൺഫിഡൻസ് പകരാനും മുന്നിൽ നിന്ന വൺ ആൻഡ് ഓൺലി കപിൽ ദേവ്. The man who led India to its first World Cup win and still continues to bowl us over with his charisma. Happy birthday, Kapil Dev. കപിൽ ദേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന എത്രയോ ചിത്രങ്ങളുണ്ട്. കഴുത്ത് ചെരിച്ചുകൊണ്ട് ഓടി വന്ന് പന്തെറിയുന്ന ആ കപിൽ ദേവ്, ഗ്രൗണ്ടിൽ നടരാജ ഷോട്ട് ആടുന്ന കപിൽ ദേവ്, ലോർഡ്സിലെ ബാൽക്കണിയിൽ നിന്നും കപ്പുയർത്തി ഒരു ജനതയുടെ സ്വപ്നവുമായി ആനന്ദാശ്രു പൊഴിച്ചു നിൽക്കുന്ന കപിൽ ദേവ്, കപിലിന്റെ ചെകുത്താന്മാർ. മുമ്പൊരിക്കൽ ഏകദിന ലോകകപ്പ് 1983 ലോകകപ്പിന്റെ ചരിത്ര വിജയവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അവിസ്മരണീയമായ ഓർമ്മകളും പങ്കുവെച്ച് കപിൽ ദേവ് രംഗത്ത് വന്നിരുന്നു. ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തിന്റെ കഥ പറയുന്ന 83 എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ വേളയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രത്യേക പരിപാടിയിലാണ് കപിൽ ചില ഓർമ്മകൾ അന്ന് പങ്കുവച്ചത്. ഇംഗ്ലണ്ടിൽ നടന്ന 83 ലോകകപ്പിലെ കിരീട നേട്ടത്തിന് ശേഷം അന്ന് രാത്രിയിൽ ഭക്ഷണം പോലും കിട്ടാതെയാണ് താൻ അടക്കമുള്ള താരങ്ങൾ ഉറങ്ങിയതെന്നാണ് അന്ന് കപിൽ പറഞ്ഞത്. ആ ലോകകപ്പിലേക്ക് ഫേവറേറ്റുകളായി എത്തിയ ക്ലൈവ് ലോയിഡിന്റെ വെസ്റ്റ് ഇൻഡീസിനെ അട്ടിമറിച്ചായിരുന്നു അന്ന് ഇന്ത്യ കിരീടം നേടിയത്. വിൻഡീസിനെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം നേടിയ ഇന്ത്യൻ താരങ്ങൾ അന്ന് വിജയം മതിമറന്ന് ആഘോഷിച്ചതായും രാത്രി വൈകുവോളം ഇത് തുടർന്നതായും കപിൽ ഓർക്കുകയുണ്ടായി. അന്ന് എല്ലാം കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കവെയാണ് മുഴുവൻ റെസ്റ്റോറന്റുകളും അപ്പോഴേക്കും അടച്ചിരുന്നുവെന്ന യാഥാർത്ഥ്യം മനസ്സിലായത്. ഇതേ തുടർന്ന് ഒഴിഞ്ഞ വയറുമായി ഉറങ്ങുകയല്ലാതെ അന്ന് ഞങ്ങൾക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു. പക്ഷെ ഒഴിഞ്ഞ വയറോടെ കിടന്നുറങ്ങുവാൻ അന്ന് ആർക്കും നിരാശയോ വിഷമമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ലോകകപ്പ് നേടി ഇന്ത്യ ചരിത്രം കുറിച്ചത് മാത്രമായിരുന്നു അന്ന് എല്ലാവരുടെയും മനസ്സുകളിൽ അലയടിച്ചിരുന്നതെന്ന് അന്ന് കപിൽ പറയുകയുണ്ടായി. കപിലും ചെകുത്താന്മാരും, കപിൽസ് ഡെവിൾസ്, കപിൽ ദേവ് നികഞ്ച്. കപിൽ ദേവിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മകളെ നമുക്ക് 70കളിലെ ഒരു ബോംബെ ക്രിക്കറ്റ് ബോർഡിന്റെ കീഴിലുള്ള അണ്ടർ 19 കോച്ചിങ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകാം. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നട്ടുച്ചവരെ കുടിക്കാൻ വെള്ളം പോലുമില്ലാതെ ട്രെയിനിങ് അന്ന് തുടരുകയാണ്. ഉച്ചക്ക് തളർന്ന് വിഷമിച്ച കുട്ടികൾക്ക് മുന്നിൽ അന്ന് ബോർഡ് വെച്ചത് 2 ഉണക്ക ചപ്പാത്തിയും കറിയുമായിരുന്നു. പ്ലേറ്റിലേക്ക് ഒരു നിമിഷം നോക്കിയ ശേഷം 16 വയസ്സുകാരനായ ഹരിയാനക്കാരൻ പയ്യൻ യങ് കപിൽ അന്ന് ക്ഷുഭിതനായി. അന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ചു. ഞാനൊരു ഫാസ്റ്റ് ബോളറാണ്, എനിക്ക് 2 ചപ്പാത്തി മതിയാവില്ല എന്ന് കപിൽ പറയുകയുണ്ടായി. കോച്ച് ഇവൻ ആരോ എന്ന മട്ടിൽ ആ പയ്യനെ ഇങ്ങനെ നോക്കുകയാണ്. അദ്ദേഹം അതിനുശേഷം പറയുന്നു, എടാ മോനെ, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഫാസ്റ്റ് ബോളർമാരില്ല. ആ ഒരു തമാശ ക്യാമ്പിൽ ചിരി പടർത്തുന്നു. അന്ന് ഒരു പരിധിവരെ അത് ശരിയായിരുന്നു. കോച്ചിന്റെ പ്രസ്താവന ശരിയായിരുന്നു. ആ കാലം വരെയും ഇന്ത്യൻ ടീമിൽ പ്രകടന മികവ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടത് മുഴുവൻ സ്പിന്നേഴ്സ് ആയിരുന്നു. ബിഷൻ സിംഗ് വേദിയും ചന്ദ്രശേഖരും ഏറാപ്പള്ളി പ്രസന്നയും വിനോദ് മങ്കദും അടക്കമുള്ള സ്പിന്നർമാർ. പേരിന് പോലും 140 കിലോമീറ്റർ വേഗത്തിൽ എറിയുന്ന പന്തേറുകാരില്ലായിരുന്നു അന്ന് ഇന്ത്യയിൽ എന്ന് തന്നെ പറയാം. എന്നാൽ മറ്റു രാജ്യങ്ങളിലാവട്ടെ പേസർമാർ ലോകത്തെ വിസ്മയിപ്പിച്ചും ഭയപ്പെടുത്തിയും നിൽക്കുന്ന സമയമായിരുന്നു അത്. ജെഫ് തോംസണും പുകയ്പെറ്റ വിൻഡീസ് പേസ് ആജാനും ബാഹുക്കളും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന സമയമായിരുന്നു അത്. അവരുടെ പന്തുകളിൽ ബാറ്റ്സ്മാൻമാർ വിറച്ചു നിൽക്കുന്നത് കാണുമ്പോൾ അതുപോലെ ഒരാളെങ്കിലും ഈ മണ്ണിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇന്ത്യൻ ആരാധകർ കൊതിയോടെ ആഗ്രഹിച്ചിരുന്ന സമയമായിരുന്നു അത്. അന്ന് നിരാശയോടെ കോച്ചിന്റെ വാക്കുകളിൽ അത് കേട്ട് മടങ്ങിയ ആ പയ്യൻ പിന്നീട് തന്റെ ബോളിംഗ് മികവ് കൊണ്ട്, അതും ഫാസ്റ്റ് ബോളിംഗ് മികവ് കൊണ്ട് ഇന്ത്യക്കായി ലോകം കീഴടക്കുകയായിരുന്നു. പിന്നീട് പലപ്പോഴും ന്യൂ ബോളിന്റെ തിളക്കം തല്ലിക്കെടുത്താനായി മീഡിയം പേസർമാരെ ഒരു ചടങ്ങ് പോലെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും വിക്കറ്റ് എടുത്ത് ബ്രേക്ക് ത്രൂ നൽകുന്ന ബോളിംഗ് മികവിലേക്ക് ഇന്ത്യൻ ടീം ഉയരാൻ തുടങ്ങിയത് ആ മനുഷ്യന്റെ വരവോടുകൂടിയാണ്, കപിൽ ദേവിന്റെ വരവോടുകൂടിയാണ്. 78ലാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതും ചിരവൈരികളായ പാകിസ്ഥാനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. തന്റെ പേസും ബൗൺസും കൊണ്ട് അന്ന് പാക് ബാറ്റ്സ്മാൻമാരെ കപിൽ വട്ടം കറക്കി വരവറിയിക്കുകയായിരുന്നു. നിരവധി തവണ ആ ടൂർണമെന്റിൽ പാക് ബാറ്റ്സ്മാൻമാർ കപിൽ ദേവിന്റെ ഏറുകൊണ്ട് പരിക്ക് പറ്റി വീണിട്ടുണ്ട്. അന്ന് ഹെൽമെറ്റൊന്നും അത്രയൊന്നും വികസിച്ചിട്ടില്ലാത്ത കാലം കൂടിയാണെന്ന് ഓർക്കണം. ആ ഒരു ആദ്യ സീരീസിൽ തന്നെ തന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിലൂടെ 33 പന്തിൽ ഒരു അർദ്ധ സെഞ്ചുറിയും കപിൽ നേടിയിരുന്നു. ആ സീരീസിൽ ഓൾറൗണ്ടർ കപിൽ ദേവ് 25 ടെസ്റ്റ് പിന്നിട്ടപ്പോൾ അദ്ദേഹം 1000 റൺസും 100 വിക്കറ്റുകളും എന്ന നേട്ടം കൈവരിച്ചിരുന്നു. അതോടെ കപിൽ ഇന്ത്യൻ ടീമിന്റെ ഭാവി വാഗ്ദാനം ആയേക്കുമെന്ന് ഇന്ത്യൻ ആരാധകരും ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെ കപിൽ ദേവ് ഗവാസ്കറിനെയും മറികടന്ന് ഇന്ത്യൻ നായകനാകുന്നു. അപ്പോഴും ഇന്ത്യയിൽ ക്രിക്കറ്റ് അത്രയൊന്നും വളക്കൂറ് പിടിച്ചിരുന്നില്ല. 83 ലോകകപ്പിൽ കപിലും ചെകുത്താന്മാരും ഇറങ്ങുമ്പോൾ ആരും വലിയ അട്ടിമറിയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ടൂർണമെന്റിൽ ആരും തന്നെ സാധ്യത കൽപ്പിക്കാതിരുന്ന ഒരു ടീമായിരുന്നു ഇന്ത്യയുടേത്.
ക്രിക്കറ്റിനെ അടക്കി ഭരിച്ച വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു അന്ന് സാധ്യതാ പട്ടികയിലെ ഒന്നാമൻ. ക്ലൈവ് ലോയിഡും വിവിയൻ റിച്ചാർഡ്സും ഒക്കെ അണിനിരക്കുന്ന പ്രതാപികളായ വിൻഡീസ് നിര. 83-ലും കരീബിയൻ പട തന്നെ ലോകകപ്പ് നേടി ഹാട്രിക് തികക്കുമെന്നത് ഏതാണ്ട് എല്ലാവരും മനസ്സിൽ ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്ത വിശ്വാസമായിരുന്നു അന്ന്. പക്ഷേ കപിലിന്റെ ചെകുത്താന്മാർ, കപിൾസ് ഡെവിൾസ് അതൊക്കെയും തകർക്കുകയായിരുന്നു. ലോർഡ്സിൽ അവർ കിരീടത്തിൽ മുത്തമിടുകയായിരുന്നു. അന്ന് ഫൈനലിൽ ആദ്യം ബാറ്റിംഗിന് അയക്കപ്പെട്ടപ്പോൾ ഇന്ത്യക്ക് നേടാനായത് 183 റൺസ് മാത്രമായിരുന്നു. വിൻഡീസ് ടീമിനെ സംബന്ധിച്ച് വളരെ അനായാസം മറികടക്കാവുന്ന ഒരു സ്കോറായിരുന്നു അത്. എന്നാൽ പിന്നീട് നടന്നത് ചരിത്രമാണ്. ഫൈനലിന്റെ ഇന്നിംഗ്സ് ബ്രേക്കിനിടയിൽ ഇന്ത്യൻ നായകൻ കപിൽ ദേവ് തന്റെ ടീമിനെ പ്രചോദിപ്പിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അടുത്ത 3 മണിക്കൂർ നിങ്ങൾ പരമാവധി ആസ്വദിച്ച് കളിക്കുക. പ്രത്യേകം ഓർക്കേണ്ടത്, അടുത്ത 3 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഫീൽഡിൽ പുറത്തെടുത്താൽ ജീവിതകാലം ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ലോകകപ്പ് നമ്മുടെ കയ്യിലുണ്ടാകും. അസാധ്യമെന്ന് ഇന്ത്യൻ ആരാധകർ പോലും ഉറച്ചു വിശ്വസിച്ച ആ കാര്യം കപിലും കൂട്ടരും പ്രാവർത്തികമാക്കിയപ്പോൾ വെറും 140 റൺസിന് വിൻഡീസിനെ കപിലും സംഘവും അന്ന് ഫൈനലിൽ എറിഞ്ഞിട്ടു. കിരീടവും സ്വന്തമാക്കുകയായിരുന്നു അന്ന്. ക്രിക്കറ്റ് പണ്ഡിതന്മാർ ഒരു നേരിയ സാധ്യത പോലും കൽപ്പിക്കാതിരുന്ന ഒരു ടീം ലോകകപ്പ് സ്വന്തമാക്കി നാട്ടിൽ മടങ്ങിയെത്തിയത് രാജകീയമായിട്ടായിരുന്നു. അന്നത്തെ പ്രസിഡന്റ് സെയിൽ സിംഗും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ ടീമിനെ വരവേൽക്കുകയായിരുന്നു അന്ന്. ഇന്ത്യ വിജയിച്ച നിമിഷങ്ങൾക്കകം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പബ്ലിക് ഹോളിഡേ പ്രഖ്യാപിച്ചതും അന്ന് ഈ നേട്ടം ഇന്ത്യ എത്രത്തോളം വിലമതിച്ചിരുന്നു എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു. താരതമ്യേന ദുർബലരായ ഒരു ടീമിനെ സകല മേഖലയിലും മുന്നിൽ നിന്ന് നയിക്കുക, ടീമിലെ സ്റ്റാർ ബോളർ ആയിരിക്കുമ്പോഴും നിർണായക മത്സരങ്ങളിൽ ടീമിനെ ബാറ്റ് കൊണ്ട് ചുമലിലേറ്റുക, ചാമ്പ്യൻ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാം കപിൽ ദേവ് എന്ന ഈ ഹരിയാന എക്സ്പ്രസിനെ. ആ ലോകകപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ കപിൽ ദേവും സുനിൽ ഗവാസ്കറും ഒഴികെയുള്ളവർക്കെല്ലാം അത് ആദ്യ ലോകകപ്പായിരുന്നു. അന്ന് ഇവരെ ടൂറിസ്റ്റ് സംഘം എന്ന് വിളിച്ചത് അതിശയോക്തിയായിരുന്നില്ല. അന്നത്തെ ടീം അംഗങ്ങളിൽ പലരും പിൽക്കാലത്ത് സ്വയം വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കുമായിരുന്നു അത്: നാട് കാണാൻ പോയവർ. പല അഭിമുഖങ്ങളിലും കപിലും അതുപോലെ കൃഷ്ണമാചാരി, ശ്രീകാന്തും അമർനാഥും അടക്കമുള്ളവർ അവർ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട് വി ആർ ടൂറിസ്റ്റ് ദെൻ എന്ന്. കപിലിനൊഴികെ ടീം അംഗങ്ങൾക്കാർക്കും അന്ന് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടീഷനിങ് ക്യാമ്പ് പോലും ഇല്ലാതെ ഇംഗ്ലണ്ടിലേക്ക് വിമാനം കയറിയ ടീമിന്റെ പ്രധാന പ്ലാനിംഗ് മാർക്കം മാർഷനെയോ ബോബ് വില്ലിസിനെയോ ജെഫ് തോംസണെയോ എങ്ങനെ നേരിടണം എന്നായിരുന്നില്ല. അവിടെ ചെന്നാൽ ഏതൊക്കെ സ്ഥലങ്ങൾ കാണണമെന്നായിരുന്നു അവരുടെ പ്രഥമ ആഗ്രഹങ്ങൾ. ലണ്ടനിൽ ചെന്നിറങ്ങി നേരെ ബക്കിംഗ്ഹാം കൊട്ടാരം കാണാൻ പോകാം, പിന്നെ ഹൈഡ് പാർക്ക് കാണാം, ട്രഫാൽഗർ സ്ക്വയർ, അങ്ങനെ ഒരുതരം ടൂറിസ്റ്റ് വന്നവന്റെ ആഗ്രഹങ്ങളായിരുന്നു അന്ന് എല്ലാവർക്കും. പക്ഷേ അവസാനം കപ്പടിച്ചപ്പോൾ 2011 ഏകദിന ലോകകപ്പ് ലഭിച്ചതുപോലെയായിരുന്നില്ല അന്നത്തെ അവരുടെ ആവേശം. അതിനേക്കാളൊക്കെ മഹത്തരമായ പോരാട്ടം മികവിന്റെ മകുടോദാഹരണമായി അന്ന് 83-ലെ ആ ചരിത്ര വിജയം. ആ ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പിന്നീട് കപിൽ ദേവ് തന്നെ ഓർമ്മിച്ചത് ഇങ്ങനെയായിരുന്നു: രാജ്യം മുഴുവനും ആ വിജയം അന്ന് ആഘോഷിക്കുകയുണ്ടായി. രാജ്യത്തെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കാര്യത്തിലും ആ ലോകകപ്പ് വിജയം വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം. കാരണം പഠനത്തിനൊപ്പം സ്പോർട്സിന്റെ പ്രാധാന്യവും അന്ന് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ആ ഒരു 83 ലോകകപ്പ് വിജയത്തിന് ശേഷമാണ്. കുട്ടികളുടെ ജീവിതത്തിൽ സ്പോർട്സും വേണമെന്ന് അവർക്ക് തോന്നി തുടങ്ങി എന്നതാണ് 83 വിജയത്തിന്റെ പ്രധാന ബാക്കിപത്രങ്ങളിലൊന്ന്. അതിനടുത്ത തലമുറകളിലേക്ക് ആ വിജയം സമ്മാനിച്ച വലിയ കാര്യങ്ങളിലൊന്ന് രക്ഷിതാക്കളുടെ മനോഭാവത്തിലുള്ള ആ ഒരു വ്യത്യാസമായിരുന്നു. ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും വാർത്തെടുക്കുന്നതിനൊപ്പം കായിക മേഖലയുടെ പ്രാധാന്യം കൂടി ആളുകൾ ആ വിജയത്തോടെ തിരിച്ചറിഞ്ഞു തുടങ്ങി. കപിൽ പിന്നീട് ആ വിജയത്തെ ഓർത്തതിങ്ങനെയാണ്: ഫ്രം ബ്രേക്കിംഗ് റെക്കോർഡ്സ് ടു ക്രിയേറ്റിംഗ് ഹിസ്റ്ററി, Kapil Dev's journey has been nothing short of legendary. A true icon of Indian cricket, his unwavering spirit and incredible achievements inspire generations. Happy birthday, Kapil Dev.